Hello everyone, welcome to another class of RRB Group D Maths Discussion. കഴിഞ്ഞ ക്ലാസ് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുവാണ്. സോ വി ക്യാൻ ഡിസ്കസ് അനദർ ക്വസ്റ്റ്യൻ. സിംപ്ലിഫൈ ദ ഫോളോയിങ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി സിലബസിൽ വളരെ ഡെപ്തിൽ പറഞ്ഞിട്ടില്ലാത്തൊരു കണ്ടൻ്റാണ്. പക്ഷെ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതലേ പഠിച്ചു വരുന്ന എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് റൂളുകൾ പഠിക്കാനുണ്ട്. ഈ എക്സ്പോണൻസും പവറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റൂളുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ അത് പഠിക്കുവാണെങ്കിൽ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് റൂൾ ഇതാണ്: എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. അതാണ് ഒരു റൂള്. അതായത് ഇവിടെ താഴെയുള്ള ഈ നമ്പർ സെയിം ആയിരിക്കണം, പവർ ഡിഫറെൻ്റ് ആയിരിക്കണം. അത് പ്രൊഡക്റ്റ് ആണെങ്കിൽ പവർ സം ചെയ്താൽ മതി. രണ്ടാമത്തെ റൂള് എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ ആണെങ്കിൽ എ റേസ് ടു എം മൈനസ് എൻ. ഇതാണ് അടുത്ത റൂള്. മൂന്നാമത്തത് എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ. പവറിൻ്റെ പവർ വരുവാണെങ്കിൽ പവർ പ്രൊഡക്റ്റ് ആവും. ഈ ഒന്നാമത്തെ മൂന്നാമത്തെ റൂളുകൾ തമ്മിൽ തിരിഞ്ഞു പോകരുത്. ആക്ച്വലി അത് രണ്ട് റൂളാണ്. അപ്പം അതിൽ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആണെങ്കിൽ എം പ്ലസ് എൻ ആവും. അതല്ല ഓൾ പവർ ആണെങ്കിൽ പ്രൊഡക്റ്റ് ആവും. പിന്നെ വരുന്നൊരെണ്ണം എ റേസ് ടു 0 ഈക്വൽ ടു 1. അതായത് ഏത് നമ്പറിൻ്റെയും 0th പവർ 1 ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ അതുമായിട്ട് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു പവർ 1 ആണെങ്കിൽ അതേ നമ്പർ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഒരു മെയിൻ റൂൾ പഠിക്കുന്നത് എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം. അതായത് പവർ സെയിം ആയിരിക്കും, താഴെയുള്ള നമ്പർ ഡിഫറെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എ ബി ഹോൾ റേസ് ടു എം എന്ന് എഴുതാം. അപ്പം ആക്ച്വലി നമ്മളിത് യൂസ് ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിരിക്കും, എക്സ്പാൻഡ് ചെയ്യാനായിരിക്കും. ഇതാണ് നമുക്കിവിടെ ആദ്യത്തെ യൂസ് ചെയ്യേണ്ട റൂള്. ഇവിടെ ഉള്ളത് രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പവറാണ്, താഴെയും അതുപോലെ തന്നെയാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ പവറിൽ നമുക്ക് പവർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. സോ ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. 3x² ഹോൾ റേസ് ടു 5 എന്നാണ്. 3x² ഹോൾ റേസ് ടു 5 ആണ്. അതിന് നമുക്ക് 3യുടെ പവറായിട്ടും x² പവറായിട്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. താഴെ അതുപോലെ തന്നെ 6ഉം x റേസ് ടു -2 ആണ്. അതിനും എന്ത് ചെയ്യാം, പവർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം. പല രീതിയിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എന്താണോ നമ്മളെ ക്വസ്റ്റ്യനിൽ ഉള്ള ഓപ്ഷൻ അതിലേക്ക് ആൻസർ എത്തിക്കുന്ന രീതിയിൽ വേണം നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ. അതൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു വാല്യൂ എന്നൊന്നും പറയാനില്ല. അപ്പോൾ 3 റേസ് ടു 5 എന്നുള്ളത് 3 റേസ് ടു 5 ആയിട്ട് തന്നെ വയ്ക്കാം. ഇൻറ്റു x² ഓൾ റേസ് ടു 5. നമ്മൾ പറഞ്ഞ് മൂന്നാമത്തെ റൂളാണ്, പവറിന് പവർ വന്നിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് എടുക്കുക. സോ അത് x റേസ് ടു 5 ഇൻറ്റു 2 ആവും. 5 ഇൻറ്റു 2 നമുക്കതിനെ 10 എന്ന് എഴുതാം. സോ x റേസ് ടു 10 ഡിവൈഡഡ് ബൈ 6². ഇവിടെ മുകളിലൊരു 3 ഉള്ളതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 6നെ നമുക്ക് വേണമെങ്കിൽ 6² നമുക്ക് 3 ഇൻറ്റു 2 എന്ന് എഴുതാം. ഓൾ റേസ് ടു 2 എന്ന് എഴുതാം. അത് 3² ഇൻറ്റു 2² എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ 6²നെ 3² ഇൻറ്റു 2² എന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 3യുടെ പവറുകൾ ക്യാൻസൽ ചെയ്ത് കളയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ x റേസ് ടു -2 ഹോൾ റേസ് ടു 2 ആണുള്ളത്. സോ x റേസ് ടു -4. സോ ഈക്വൽ ടു ഇവിടെ ഒരു 3 റേസ് ടു 5 ഉണ്ട്, ഇവിടെ ഒരു 3² ഉണ്ട്. നമ്മുടെ രണ്ടാമത്തെ റൂൾ വെച്ചിട്ട് നമുക്കതിനെ 3 റേസ് ടു 5 -2 എന്ന് എഴുതാം. ന്യൂമറേറ്ററിൽ 3 റേസ് ടു 5 ബൈ 3² ഈക്വൽ ടു 3 റേസ് ടു 5 -2. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 റേസ് ടു 3 എന്ന് വരും. സോ 3³ ഇൻറ്റു x റേസ് ടു 10. ഇനി ഇവിടെ താഴെ ഒരു x റേസ് ടു -4 ആണുള്ളത്. ആ x റേസ് ടു -4നെ നമുക്ക് ഒന്നെങ്കിൽ സെക്കൻഡ് റൂൾ വെച്ചിട്ട് മുകളിലേക്ക് എടുക്കാം. n എന്ന് പറയുന്നതിൻ്റെ വാല്യൂ -4 ആവും. അപ്പോൾ അത് മുകളിലേക്ക് വരുന്ന സമയത്ത് -4 എന്ന് വരും. താഴെ ആയതുകൊണ്ട് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുക. ഡിവൈഡഡ് ബൈ 3² പോയി ഒരു 2² മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ദിസ് ഇസ് ഈക്വൽ ടു 3³ വാല്യൂ 27. 3³ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ്. ദാറ്റ് ഇസ് 27. ആൻഡ് 10 -4 ഈക്വൽ ടു 40.
10 പ്ലസ് 4 ആവും 14 ആവും. സോ എക്സ് റേസ് ടു 14 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ ഈക്വൽ ടു 4. സോ ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് ക്വസ്റ്റ്യനിൽ, ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് ഓരോ ക്വസ്റ്റ്യനും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ഇടാതെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ട് പഠിച്ച് വെക്കേണ്ട ഈ ഒരു 3-4 റൂൾസ് ഉണ്ട്. ആ റൂളുകൾ നല്ലപോലെ പഠിച്ചു വെക്കുക. പവർ വരുന്ന സമയത്ത് ബേസ് സെയിം ആണെങ്കിൽ ഉള്ളത്, അത് പ്രൊഡക്റ്റും അതുപോലെ തന്നെ കോഷ്യൻ ഫോമിൽ വരുന്നതും, പവറിൻ്റെ പവറായിട്ട് വരുന്നതും അതുപോലെ 0 ആയി വരുന്നതും, പിന്നെ ബേസ് ഡിഫറെൻ്റ് ആയിട്ടും പവർ. ബേസ് എന്ന് പറയുന്ന താഴെ എഴുതുന്ന നമ്പറിനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്, മുകളിൽ എഴുതുന്നതാണ് പവർ. അപ്പോൾ ബേസ് ഡിഫറെൻ്റ് ആയിട്ട് പവർ വരുന്നത്, അത് പ്രൊഡക്റ്റിൻ്റെ പവർ വരുമ്പം പവർ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം അങ്ങനെ ഇവിടെ നമ്മളിപ്പം എല്ലാ റൂളും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? അതിനകത്ത് നമുക്ക് ഇവിടെ നമുക്ക് ആകെ ഒരു നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്, 6 സ്ക്വയറിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. മാക്സിമം നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക, അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ അതെങ്ങനെ ഐഡിയ വരും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേയധികം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരുള്ളൂ. ഇത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. വേറെ രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പം കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ചെയ്യാൻ പറ്റുന്ന ഫോമാറ്റ് ഉണ്ടാവും. എങ്ങനെയാണെങ്കിലും ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു വഴി ഇതാണ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.